നമസ്കാരം. എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട വിവരം അറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കടന്നു വരുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജയപ്രസാദ് കരുണാകരൻ. തിരുവനന്തപുരം മഹനയിം ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻ്ററിൽ ചീഫ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. വർഷങ്ങളായി വൈറൽ ഡിസീസിൽ ഹോമിയോപ്പതിക് മെഡിസിൻ ഉപയോഗിച്ച് ചികിത്സിക്കുകയും പ്രതിരോധ മരുന്ന് കൊടുക്കുവാനും ഇടയായിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു വിഷയം അനൗൺസ് ചെയ്യുന്നത് മെഡിക്കൽ വിഷയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് ഒരു ചാനൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഈ വീഡിയോ സമർപ്പിക്കുമ്പോൾ ഞാൻ ആദ്യമായി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാൻ പോകുന്നത് ഇത് നമ്മുടെ ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പല വമ്പന്മാരും കോടികൾ കൊയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യം പ്രധാനമായും പല വൈറസുകളെയും ഉപയോഗിച്ചുള്ള കഥകൾ പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താണ് വൈറസ്? ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലും നമ്മുടെ രക്തത്തിലെ കോശങ്ങളിലും മറ്റ് അവയവങ്ങളിലെ തന്നെ പല കോശങ്ങളിലും എങ്ങനെ ഇത് ഹാനികരമാകുന്നു എന്നുള്ളതും അതിനുവേണ്ടി ഏത് തരത്തിലാണ് ഈ വൈറസിനെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതെന്നും വിശദമായി പൊതുജനങ്ങളായി നിങ്ങൾ അറിയണം. കാരണം ജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ ശക്തിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് മറന്നു പോകരുത്. വൈറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നു ഇതൊരു ജീവിയായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹാനികരമാകുന്ന രീതിയിൽ പ്രോട്ടീൻ കണങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത മനുഷ്യനിർമ്മിതമായ പ്രോട്ടീൻ കണങ്ങളാണ് ഇവിടെ വൈറസുകളെന്ന് പറഞ്ഞ് ഓരോ കാലഘട്ടത്തിലും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെപ്പറ്റി വിശദമായി നിങ്ങളുമൊത്ത് വിവരങ്ങൾ ഷെയർ ചെയ്യുവാൻ, ഇതിൻ്റെ പിന്നിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അതിൻ്റെ തലപ്പത്ത് ഈ പ്രവർത്തനങ്ങളുമായി മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾക്കുള്ള ബന്ധമെന്തെന്നും എത്ര വർഷമായി ഇത്തരം പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തുവെന്നും മെഡിക്കൽ വിഭാഗത്തെ ലോകാരോഗ്യ സംഘടനയുടെ പേര് പറഞ്ഞു ജനങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത ഏതൊക്കെ രീതികൾ കൊണ്ടുവന്നു എന്നുള്ളതും ചികിത്സ ഏകോപിപ്പിക്കുന്ന രീതിയിൽ ഇതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്കല്ല വളരെ തിന്മയ്ക്കുള്ള പ്രവർത്തികൾക്കായി അതിനെ ഉപയോഗിച്ചു എന്നുള്ളത് ഈ ലോകം, ഈ ജനങ്ങൾ അറിയാതെ പോകരുത്. നിശ്ചയമായും വളരെ വ്യക്തമായും ഓരോ എപ്പിസോഡുകളിലായി നിങ്ങളുടെ മുന്നിലേക്ക് വളരെ കൃത്യമായി വിവരങ്ങൾ തരുവാൻ ഞാൻ തയ്യാറായി വരികയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.